ഈശോ മിശിഹായ്ക്ക് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈ ഒരു ദിവസം നമ്മളെല്ലാവരെയും ഒത്തിരി അനുഗ്രഹിക്കുന്ന രക്ഷകനായ യേശുവിൻ്റെ മുൻപിലാണ് ഞാനും നിങ്ങളെല്ലാവരും. നമുക്കറിയാം, ഇന്ന് ദൈവം നമ്മളെ ഒത്തിരി സ്നേഹത്തോടു കൂടിയാണ് ഈ ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മളെ വിളിച്ചുകൊണ്ട് വന്നത്. ഞാൻ ആദ്യമായിട്ട് ഡിവൈൻ വോയിസ് വചനവേദിയിലേക്ക് പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കാത്തിരിക്കുന്ന ആ വലിയ നോമ്പിൻ്റെ ചൈതന്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ നോമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ്, മണിക്കൂറുകളാണ്. എൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളും ഒത്തിരി സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, പ്രായശ്ചിത്തത്തിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ് ഈ വലിയ നോമ്പ്. നമുക്കറിയാം, എനിക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ട ആ ഈശോയുടെ മുൻപിലേക്ക് ഇതാ എൻ്റെ ജീവിതത്തെ ഞാൻ കൊടുക്കുന്ന മണിക്കൂറുകളാണ്. ഓരോ സെക്കൻഡും, ഓരോ മിനിറ്റും, ഓരോ മണിക്കൂറും, ഓരോ ദിവസവും ഞാൻ ആ യേശുവിൻ്റെ മുൻപിലുള്ള ജീവിതമാണ്. നമുക്ക് ഈ ഒരു നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. എന്താണ് ഈ 50 നോമ്പിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട മാറ്റങ്ങൾ? വളരെ സർവ്വസാധാരണയായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഞാനും നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. എന്നാൽ ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ്. നമുക്കറിയാം, ആ സ്നേഹത്തിൻ്റെ മുൻപിലാണ് എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പണം ചെയ്യുന്നതെന്നുള്ള ആ വലിയൊരു അർത്ഥവും ആഴവും അറിയുവാനും അനുഭവിക്കുവാനുമുള്ള നിമിഷങ്ങളാണ് ഈ 50 നോൻപ്. നമുക്കും നല്ല ഹൃദയത്തോടു കൂടി യേശുവിൻ്റെ മുൻപാകെ ഈ മണിക്കൂറുകളെ കൊടുക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, യേശുവിൻ്റെ യഥാർത്ഥമായ ജീവിതത്തെ നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്ന് എനിക്ക് വേണ്ടി പൂർണ്ണമായും സമർപ്പണം ചെയ്ത, പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ജീവിതം സമർപ്പണം ചെയ്ത, ത്യാഗത്തോടുകൂടി ജീവിച്ച യേശുവിനെയാണ് നമ്മളെല്ലാവരും അനുസ്മരിക്കുന്നത്. രണ്ടാമതായിട്ട്, ഈ 50 നോമ്പ് ആരംഭത്തിൽ തന്നെ നമുക്കും യഥാർത്ഥമായ ഒരു തീരുമാനമെടുക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അതിന് ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ഹൃദയത്തിൻ്റെ എളിമ. എളിമയുടെ അടിത്തട്ടിൽ നിന്ന് യേശുവിലേക്കുള്ള ഒരു നോട്ടം. അതാണ് യഥാർത്ഥമായി ദൈവത്തിങ്കിലേക്ക് നമ്മളെല്ലാവരെയും അടുപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കും പഴയകാല മനുഷ്യനെ ഒന്ന് മാറ്റി പുതിയൊരു മനുഷ്യനായി, പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ഈ നോമ്പിൻ്റെ ചൈതന്യത്തിലൂടെ നമ്മൾ യാത്രയാകുമ്പോൾ എൻ്റെ പഴയകാല ജീവിതത്തെ പൂർണ്ണമായിട്ടും മാറ്റി ഒരു നവമായ ഒരു ജീവിതം എനിക്ക് ആവശ്യമാണ്. കാരണം എനിക്ക് പുതിയൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടി ആ ദൈവം എനിക്ക് തന്ന ഒരു ജീവിതമാണ് ഇന്ന് എനിക്കുള്ളത്. നമുക്കും ആ ഒരു ചിന്താഗതികളിലൂടെ കടന്നു പോകുവാനായിട്ട് ഈ നോമ്പുകാലം ഉപകരിക്കാം. മറ്റൊന്ന്, എനിക്ക് തോന്നുന്നു, നമ്മൾ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യ സഹജമാണ് പാപം ചെയ്യുക. നാം എല്ലാവരിലും പാപമുണ്ട്. കാരണം നമ്മളെല്ലാവരും പാപികളാണെന്നുള്ള ആ ഒരു ബോധ്യം നമുക്കെല്ലാവർക്കുമുണ്ട്. പക്ഷേ ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പാപികളെ തേടിയാണ് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. എന്നാൽ പാപത്തെ പൂർണ്ണമായും അവൻ ഉപേക്ഷിച്ചു, ഇല്ലാതാക്കി. എന്നാൽ പാപികളോടൊപ്പം, സാധാരണക്കാരോടൊപ്പമാണ് ഈശോ ജീവിച്ചത്. നമ്മളെ ഈ
മഹനീയമായ സ്നേഹത്തിൻ്റെ മുൻപിൽ ആണ് ഞാൻ ഇന്ന് ആയിരിക്കുന്നത്. അതാണ് ഈ നോമ്പുകാലത്തിലെ ഏറ്റവും പ്രചോദനകരമായ ഒരു അനുഭവം. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പള്ളിയിൽ, ചാപ്പലിൽ, ഞങ്ങളുടെ ഹൗസിൽ ചാപ്പലിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, ഞാൻ ഇത്രയും വർഷക്കാലം പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥിച്ചത് അത്രമാത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്നൊരു ബോധ്യമാണ്. എൻ്റെ വൈദിക ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ഈശോയുടെ മുമ്പാകെ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു, എന്തുമാത്രം ആഴത്തിലേക്ക് ഞാൻ കടന്നുപോയി എന്ന് ഒരു പൂർണ്ണ ഉത്തരം കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ഈ ദിവസങ്ങളോടെ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്, ഈശോയുടെ സ്നേഹത്തിൻ്റെ മുൻപാകെ നന്ദിയോടുകൂടി ആയിരിക്കുക. കാരണം ഒരു നിഴൽ പോലെ, ഒരു പ്രകാശം പോലെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് ഈശോ എന്നെ നയിക്കാൻ പോവുകയാണ്. പക്ഷെ അതിനുവേണ്ടി നാം നമ്മെ തന്നെ വിലയിരുത്തേണ്ടത് ആവശ്യമാണെന്നുള്ള ഒരു ബോധ്യമാണ് ഈശോ ഇന്ന് നമുക്ക് കാണിച്ചു തരിക. ഈ ഒരു വലിയ നോമ്പ് നമ്മളെല്ലാവരെയും ഉത്ബോധിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ജ്ഞാനം, യേശുവിനോട് ചേർന്ന് നിൽക്കുക. അതേ പ്രിയപ്പെട്ട മക്കളെ, യേശുവിൻ്റെ മുൻപാകെ നമ്മുടെ ഹൃദയത്തെ കൊടുക്കുക എന്നതാണ്. ഈശോയോട് ചേർന്ന് നിൽക്കുക, ദൈവ അനുഭവത്തോടുകൂടി കടന്നു പോവുക. നമുക്ക് ചിന്തിക്കാം, ഞാനൊരു പാപിയാണ്, ഒരു കൊച്ചു കുട്ടിയെ പോലെ ചിലപ്പോഴൊക്കെ കോവണിപ്പടികൾ ഞാൻ കയറുമ്പോൾ ഞാൻ വീണ്ടും താഴെ വീഴും. വീണ്ടും ആ താഴെ വീഴുന്ന ഭയത്തോടു കൂടി ഞാൻ നോക്കുന്നില്ല, വീണ്ടും ഞാൻ കയറാനായിട്ട് ശ്രമിക്കുകയാണ്. എനിക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ട ആ കർത്താവ് എൻ്റെ മുൻപിലുണ്ട്. അതുകൊണ്ട് എനിക്ക് സങ്കടപ്പെടേണ്ട, എനിക്ക് യാതൊരു ഭയം വേണ്ട, ഞാൻ മറ്റൊരു മുമ്പിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ മുൻപാകെ മാത്രം പേടിച്ചാൽ മാത്രം മതി. ദൈവത്തോടുള്ള ആ ഒരു വിധേയത്വം എൻ്റെ ജീവിതം വഴിയായിട്ട് കൊടുക്കുക. അതാണ് ഈ നോമ്പുകാരൻ നമ്മളെല്ലാവരെയും എല്ലാ ദിവസവും അനുസ്മരിപ്പിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കറിയാം, എൻ്റെ സഹോദരനോട്, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ അയൽവക്കക്കാരോട്, ഒരുപക്ഷെ എന്നെ ദ്രോഹിച്ചവർ, എന്നെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നവരെ പൂർണ്ണമായിട്ടും അവരോട് ക്ഷമിക്കുവാനോ പൊറുക്കുവാനോ മറക്കുവാനോ എനിക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. കാരണം ഞാൻ മനുഷ്യനാണ്. പക്ഷെ ഈശോ നമ്മളെ സ്നേഹത്തോട് വിളിക്കുന്നുണ്ട്, മകനെ, മകളെ, എൻ്റെ അടുക്കിലേക്ക് വരിക. ഈ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരണമെങ്കിൽ എനിക്ക് വേണ്ടി പൂർണ്ണമായിട്ടും പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ അർപ്പണം ചെയ്ത ആ യേശുവിനെ ഞാൻ അനുഭവിക്കണം. സ്നേഹമുള്ളവരെ, എങ്ങനെയാണ് ആ ഒരു സ്നേഹത്തെ ഞാൻ അനുഭവിക്കുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞു, ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, നമ്മുടെ സഹോദരി സഹോദരങ്ങളോടൊപ്പം, നമ്മുടെ കൂട്ടുകാരോടൊപ്പം, നമ്മളെ പഠിപ്പിച്ച അധ്യാപകരോടൊപ്പം, ഈവൻ നമ്മളെ മനസ്സിലാക്കാത്തവരോട് പോലും ക്ഷമിക്കുവാനുമുള്ള ഒരു എളിമ. നമ്മൾ എല്ലാവരും ഈ വലിയ നോമ്പിൽ ഫാസ്റ്റിംഗ് ആൻഡ് പെനൻസ്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും വീതിയിലൂടെ കടന്നു പോകുമ്പോഴും സ്നേഹമുള്ളവരെ, ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ഈശോയുമായുള്ള ആഴമേറിയ ഗാഠമേറിയ ബന്ധമാണ്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമ്മൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കഴിക്കണമെന്നുമില്ല. അതിനുപരിയായിട്ട് നമുക്ക് വേണ്ടത് ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ ആന്തരികമായ ഒരു വശം നമുക്കുണ്ട്. ബാഹ്യമായിട്ടതല്ല. ഈശോ ആഗ്രഹിക്കുന്നത് അതല്ല. എക്സ്റ്റേണൽ ഫിഗർ അല്ല, ഇൻറ്റേർണൽ ഫിഗർ എന്ന് പറഞ്ഞാൽ ആത്മീയമായുള്ള ഒരു ഉണർവിലൂടെ കടന്നു പോവുക എന്നതാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മൾ ഇല്ലാതാക്കും, മാംസ്യങ്ങൾ നമ്മൾ ചിലപ്പോൾ വർജിക്കും. സ്നേഹമുള്ളവർ, അതിലുപരിയായിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ ഹൃദയത്തിലൂടെ കടന്നു വരുന്ന വികാരങ്ങൾ, മനോഭാവങ്ങൾ അത് ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചുരുക്കത്തിൽ ഈ ഒരു വലിയ നോമ്പിൻ്റെ ഏറ്റവും വലിയൊരു അനുഭവം നമുക്ക് കിട്ടുന്നത് വിശുദ്ധീകരിക്കുക, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക, ഈശോയുടെ സ്നേഹത്തിൻ്റെ മുൻപാകെ വിട്ടുകൊടുക്കുക. അതിനുവേണ്ടി ആ ദൈവസ്നേഹത്തെ ഞാൻ രുചിച്ച് അറിയേണ്ടത് ആവശ്യമാണ്. ഉദാഹരണമായിട്ട് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ വഴിയിലൂടെ നടന്നു പോവുക, പതിവായിട്ട് നമ്മൾ നടന്നു പോകാറുണ്ട്. ചിലപ്പോഴൊക്കെ വൈകുന്നേരങ്ങളിലും രാവിലെയുമൊക്കെ സാധാരണ പാവപ്പെട്ടവരായ ഒത്തിരി പേര് വഴിയോരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ നമ്മുടെ മുമ്പാകെ കൈ നീട്ടുന്നവരുണ്ട്. ടൗണിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ധാരാളം
സാധാരണക്കാർ, അമ്മച്ചിമാർ, അപ്പച്ചന്മാരൊക്കെ ലോട്ടറി ടിക്കറ്റുമായി കടന്നു പോകുന്നവരുണ്ട്. വളരെ വിനയത്തോടു കൂടി, വളരെ ദയോടുകൂടി എൻ്റെ മുഖത്തേക്ക് കൈകൾ നീട്ടുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടില്ല, പക്ഷേ ഒരു പുരോഹിത എന്ന നിലയിൽ ഞാൻ അവർക്കൊരു ആശീർവാദം കൊടുത്ത് ചിരിച്ചുകൊണ്ട് ഞാൻ കടന്നുപോയി. പക്ഷേ ഒരു അമ്മച്ചിയുടെ മുഖത്ത് വന്ന ഒരു സന്തോഷകരമായൊരു ചിരി ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഞാനിത് പറയുന്നത് സ്നേഹമുള്ളവരെ, ഈശോയുടെ ജീവിതത്തിലും ഇപ്രകാരമായിരുന്നു. മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് കർത്താവ് കടന്നുപോയി. അവരുടെ ബാഹ്യമായ തരത്തിലേക്കല്ല, ആന്തരികമായ തരത്തിലേക്കാണ് ഈശോയുടെ ദൃഷ്ടികൾ പതിഞ്ഞത്. കാരണം അവിടെയാണ് യേശുവിൻ്റെ യഥാർത്ഥമായ കരുണ. നമുക്കറിയാം, ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന എത്രയോ പാവപ്പെട്ടവരുണ്ട്, ഒത്തിരിയേറെ ദരിദ്രരായവരുണ്ട്, ആരോരുമില്ലാത്തവരുണ്ട്. അവരെ സഹായിക്കുവാൻ കടപ്പെട്ടവരാണ്. നന്മ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ ആയിരിക്കുക. ഈശോയുടെ ജീവിതത്തിലും സാധാരണ ജനങ്ങളെ ഒത്തിരിയേറെ കർത്താവ് സ്നേഹിച്ചിരുന്നു. പാപികളായ മക്കളെ കർത്താവ് ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നു. അവരുടെ ബുദ്ധിമുട്ടുകളെയും സങ്കടങ്ങളെയും കർത്താവ് അറിഞ്ഞിരുന്നു. ഞാനിന്ന് ആയിരിക്കുമ്പോൾ, നമ്മളെല്ലാവരും ഇന്ന് ഏതവസ്ഥയിൽ നമ്മളായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ്. നമുക്കും ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാൻ മാത്രമാണ് ഈ നോമ്പിൻ്റെ യഥാർത്ഥമായ ചൈതന്യം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയുള്ളൂ, അവിടെ പൂർണ്ണമാവുകയുള്ളൂ. അപ്പം നമുക്ക് അതിനുവേണ്ടി നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്യുവാനും നമ്മളെ തന്നെ പഠിക്കുവാനും ദൈവത്തിൻ്റെ മുമ്പാകെ ചേർത്ത് വയ്ക്കുവാനുമായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാറില്ല, നമ്മൾ ചെയ്യുന്നത് നന്മയാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ അത് പൂർണ്ണമായ നന്മയായിരിക്കണമെന്നില്ല. കാരണം അതിൻ്റെ ഒരു അറിവ് മാത്രമാണ്. എന്നാൽ യഥാർത്ഥമായ അറിവ്, ജ്ഞാനം നമുക്ക് ചോദിച്ചു വാങ്ങേണ്ടത് യേശുവിൽ നിന്നാണ്. ഈശോയുടെ ജീവിതത്തിൽ ആ ഒരു വിസ്ഡം, ആ ഒരു സ്വാതന്ത്ര്യം, ആ ജ്ഞാനം പിതാവായ ദൈവത്തിൽ നിന്ന് കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് കർത്താവിന് തൻ്റെ ശരീരത്തെയും തൻ്റെ രക്തത്തെയും പൂർണ്ണമായിട്ട് പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പണം ചെയ്യുവാനായിട്ട് സാധിച്ചത്. സമ്പൂർണ്ണ ബലി. നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും കടന്നു പോകുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മളെ ഓർപ്പിക്കുന്നത് ആ യേശുവിൻ്റെ ദിവ്യരഹസ്യങ്ങളിലൂടെ കടന്നു പോവുക എന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോഴും ഈ നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ മുമ്പിൽ എല്ലാ ദിവസവും പ്രത്യക്ഷപ്പെടുന്ന, കൈകൾ നീട്ടുന്ന, ഒരു സഹായക ഹസ്തങ്ങൾ ഉയർത്തുന്ന അവരെ ഒരു നോക്ക് കാണുവാനും മനസ്സിലാക്കുവാനും അവരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുവാനും നമ്മൾക്ക് അറിയുമ്പോഴാണ് ഈ നോമ്പുകാലം നമ്മളെ നിത്യത്തിലേക്ക് കൊണ്ടുപോവുക. ആ ഒരു ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്ന് യേശുവിനെ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്ക് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചിലപ്പോഴൊക്കെ നമ്മൾ നന്മ ചെയ്തു എന്ന ധാരണയിലൂടെ നമ്മൾ കടന്നു പോകും. എന്നാൽ ചിലപ്പോൾ അത് യഥാർത്ഥമായ നന്മയായിരിക്കണമെന്നില്ല എന്നുള്ള ഒരു സത്യമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്ന് ഈ ലോകത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് ദീർഘമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ദൈവസ്നേഹത്തിൽ നിന്ന് ഒത്തിരിയേറെ അകന്നു പോകുന്ന നിമിഷങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്, ഈ നോമ്പുകാലം എന്നത് മറ്റുള്ള ദിവസങ്ങളെക്കാൾ ഉപരിയായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവാനുഗ്രഹം കൃപയോടുകൂടി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനുമുള്ള ദിവസങ്ങളാണ് ഈ വലിയ നോമ്പ്. ഒത്തിരി അനുഗ്രഹത്തോടു കൂടി, ഒത്തിരി ത്യാഗത്തോടു കൂടി സഞ്ചരിക്കുവാനുള്ള വലിയൊരു വേദിയാണത്. പക്ഷേ നമ്മുടെ ഹൃദയം കൊണ്ട് ആ യേശുവിൻ്റെ മുഖം നമ്മൾ കാണേണ്ടത് ആവശ്യമാണ്. നമുക്കതിനുവേണ്ടി ഒന്ന് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തെ കർത്താവിന് കൊടുക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മുടെ എല്ലാവരുടെയും കടമകൾ അതാണ്. ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ട്. ദിനം പ്രതി ഒത്തിരി പേരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ നമ്മൾ പുനഃസ്ഥാപിക്കുന്നുണ്ട്. നമ്മുടെ സഹായഹസ്തങ്ങൾ അവരിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് ഞാൻ വിചിന്തനം ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്തിൽ ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടു കൂടി മറ്റുള്ളവരുടെ മുമ്പാകെ ഞാൻ കൊടുക്കുന്നുണ്ടോ എൻ്റെ ജീവിതം വഴിയായിട്ട്. പൗലോസ്ലീഹായുടെ വാക്കുകൾ എപ്പോഴും നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ്. കൊളോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ്ലീഹ ഇപ്പറ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, യേശുവിൻ്റെ ആ ബലി അത് സമ്പൂർണമായ ബലിയാണ്, അതിലൊരു കുറവും സംഭവിച്ചിട്ടില്ല. ആ ബലിയിൽ
ഒരു അപര്യാപ്തതയും വന്നിട്ടില്ല. എന്നാൽ എൻ്റെ അപര്യാപ്തത എനിക്കുണ്ട്, എൻ്റെ കുറവുകൾ എനിക്കുണ്ട്. ആ ബലിയിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ കൊണ്ടുപോകുമ്പോൾ അതിൽ പൂർണ്ണത നേടുക എന്നത് ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. അതാണ് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ ആ ബലി എന്നേക്കുമായിട്ടും കർത്താവ് അർപ്പിച്ച സമ്പൂർണമായ ബലിയാണ്. പക്ഷേ എനിക്ക് പൂർണ്ണതയില്ല. പൂർണ്ണനായ ആ യേശുവിനെ ഉൾക്കൊള്ളുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കണം. അതാണ് ഈ നോമ്പുകാലത്തിൽ പൗലോസ്ലീഹ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. നമുക്കും ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കറിയാം, ഒത്തിരിയേറെ ഓരോ ദിനം പ്രതി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു, ഒത്തിരിയേറെ പേരെ സഹായിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഏത് രീതിയിലുള്ള മനോഭാവത്തോടു കൂടിയാണ് ഞാനത് ചെയ്യുന്നത് എന്നത് ഏറ്റവും വിലയിരുത്തേണ്ട ഒരു ആവശ്യമാണ്. കാരണം ഇന്ന് ലോകമെമ്പാടും നമുക്കറിയാം, ഒരു അപ്പൻ അമ്മ അല്ലെങ്കിൽ മക്കൾ യഥാർത്ഥമായ സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഏത് രീതിയിലാണ്, എനിക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണോ എന്ന ഒരു മനോഭാവം ഈശോ നമ്മളെ ഈ നോമ്പുകാലത്തിലൂടെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഈ നോമ്പുകാലത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നത് ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ വേണ്ടിയാണ്. സാധാരണക്കാരോടൊപ്പം അവരുടെ വികാരങ്ങളെ, അവരുടെ ദുരിതങ്ങളെ അറിഞ്ഞ് എൻ്റെ ജീവിതം വഴിയായിട്ട് അത് എൻ്റെ ജീവിതമാക്കി എടുക്കുക, മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുക എന്ന വലിയൊരു ദൗത്യം എനിക്കും നിങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. കാരണം ഞാൻ ആ യേശുവിന് വേണ്ടി ജീവിച്ച് മരിക്കാനുള്ളവരാണ്. മറ്റുള്ളതൊന്ന്, ഈ നോമ്പുകാലം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ചിന്ത നിത്യതയിലേക്കുള്ള ഒരു ഉണർവാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കറിയാം, ഈ ലോകത്തിൽ ജീവിക്കുന്നത് താൽക്കാലികമാണ്. എന്നാൽ ഈ ലോകത്തിൽ, ഈ ജീവിതത്തിന് ശേഷം നമുക്ക് മറ്റൊരു ജീവിതം നമ്മളെ തേടി ഉണ്ട്. അതാണ് നിത്യത, ഇറ്റേണൽ ലൈഫ്. ആ നിത്യത പുൽകുവാനുള്ള വലിയൊരു കർത്തവ്യം ഈ ലോകത്തിൽ എനിക്കുണ്ട്. ഈശോ അത് നമ്മളെ പഠിപ്പിച്ചതാണ്. ഈശോ ഈ ലോകത്തിലേക്ക് ദരിദ്രനായിട്ട് ജനിച്ചു, സാധാരണക്കാരോടൊപ്പം ജീവിച്ചു, ദരിദ്രനായിട്ട് ഈശോ മരിക്കുന്നു. എന്നാൽ അതുകൊണ്ട് കർത്താവിൻ്റെ ജീവിതം അവസാനിച്ചില്ല. അനുഗ്രഹത്തിൻ്റെ വലിയ നിമിഷത്തിലേക്ക് വീണ്ടും കർത്താവ് തിരിച്ചു വന്നു ഉത്ഥാനത്തിലൂടെ. ഇന്ന് ഈ നോമ്പുകാലം നമ്മളെ ഒത്തിരി സന്തോഷത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പശ്ചാത്താപത്തിൻ്റെയും വഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് ഈശോ ചെയ്യുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പല മക്കളെയും കാണുമ്പോഴും സൗകര്യ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ചിലരൊക്കെ ഇടവന്നിട്ടുണ്ട്, അച്ഛാ നോമ്പുകാലത്തിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ അതൊരു വലിയൊരു ഭാരമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും നോമ്പുകാലം ഒരു ഭാരമായിട്ട് തോന്നുന്നത്? ഭാരമല്ല. നോമ്പുകാലം നമ്മളെ എന്നും ഒരു ബന്ധനത്തിൽ നിന്ന്, ആ ബന്ധനത്തെ പൊട്ടിച്ചകറ്റുവാനുള്ള ഒരു കാലഘട്ടമാണ് ഈ 50 നോമ്പ്. അത് നമുക്ക് ഏറ്റവും വേണ്ടത് ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ചെരുപ്പിടാതെ ജീവിക്കാം, ഭക്ഷണം കഴിക്കാതെ ജീവിക്കാം, ഒരു നേരത്തെ ആഹാരം മാറ്റിവെച്ചിക്ക് അല്ലെങ്കിൽ വർജിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പക്ഷെ അതിലുപരിയായിട്ട് ഞാൻ ഏത് മനോഭാവത്തോടു കൂടി ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്ന് ഞാൻ അറിയണം. യേശുവിലേക്ക് നോക്കുമ്പോൾ മാത്രമേ എനിക്കത് അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, നമ്മൾ സഹായിക്കുന്നവരായിരിക്കാം, ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ നമ്മൾ കടന്നു പോകുന്നവരായിരിക്കാം. എങ്കിലും ഞാൻ നല്ല മനസ്സോടുകൂടിയാണോ ആ നന്മ മറ്റവരുടെ മുമ്പാകെ ചെയ്തു? അതാണ് ഏറ്റവും പ്രധാനം. ഈശോ നോക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞു, ചില മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ട്. മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കുന്ന ചില അവസ്ഥകൾ. ഇപ്പം നമ്മളെ തന്നെ വിചിന്തനം ചെയ്യുമ്പോൾ ഞാനും നിങ്ങളായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, അല്ലേ? ശരിക്കും ചിന്തിക്കുമ്പോൾ
നമ്മൾ ഇന്ന് ഈ നോമ്പുകാലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി, ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നാൽ ഈശോ ആഗ്രഹിക്കുന്നത് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട, ദൈവം ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് എന്നുള്ള വലിയൊരു ബോധ്യം. അതും ഈ നോമ്പുകാലത്തിലേക്ക് നമ്മളെ ഓർമ്മിപ്പിക്കപ്പെടുകയാണ് ഈശോ. ഞാൻ ആയിരിക്കേണ്ട ഒരവസ്ഥ എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപാകെ നല്ലൊരു വ്യക്തിത്വം കൊടുക്കുക എന്നതാണ്. അപ്പോൾ ആ യേശുവിൻ്റെ തിരുമുഖം കണ്ടുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സാധാരണക്കാരുടെ ഇടയിൽ ആ കർത്താവ് എപ്രകാരമാണ് ഈ ലോകത്തിൽ ഒന്ന് ജീവിച്ചത്, ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളും ആ കർത്താവിന് വേണ്ടി സാക്ഷികളായി തീരുക എന്ന വലിയൊരു കടമ നമ്മളിൽ എല്ലാവരുമുണ്ട്. നമുക്കറിയാം, ഈശോ ഓരോ അടിയും എനിക്ക് വേണ്ടി ഏറ്റെടുത്തു. എന്തുമാത്രം വേദനയിലൂടെ അവൻ കടന്നുപോയി. സ്നേഹമുള്ളവരെ, ചിലപ്പോഴൊക്കെ എനിക്കും തോന്നാറുണ്ട്, ഞാനും ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാനും ഈശോയെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥമായിട്ട് ആ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇല്ല. കാരണം എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ഞാൻ ആ കർത്താവിനെ വിളിക്കുന്നത്. ആ ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നു പോവുകയാണ്. എന്നാൽ ഈ നോമ്പുകാലത്തിൽ നമുക്കൊരു വിചിന്തനം ചെയ്യാം. അതോടൊപ്പം ഒരു തീരുമാനമെടുക്കാം. ഈശോയെ, അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു നല്ല ദൈവപുത്രനായിട്ട് തീരുവാനായിട്ട് ഇതാ ഞാൻ ആഗ്രഹിക്കുന്നു. പശ്ചാത്താപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വഴിയിലൂടെ അങ്ങനെ യേശുവിൻ്റെ കുരിശോടൊപ്പം ശിമിയോൻ ആ കുരിശിനെ താങ്ങിയതുപോലെ നമുക്കും ആ യേശുവിന് ഒരു താങ്ങായി തണലായി നിൽക്കാം. ഈ നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഈ നോമ്പുകാലത്തിൻ്റെ വലിയ ആത്മീയതയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഉള്ളുരുകി പ്രാർത്ഥിക്കുക എന്നത് ഏറ്റവും വലിയ കാര്യമാണ്. നമുക്കറിയാം, ഓരോ ബലിയിലും പരിശുദ്ധ കുർബാനയിലും യേശുവിനെയാണ് ഞാൻ സ്വീകരിക്കുന്നുള്ള വലിയ ബോധ്യം. ഞാനും യേശുവിനോടൊപ്പം ആ യേശുവിനോട് ചേർന്ന് ജീവിക്കുന്ന വലിയൊരു അനുഭവമാണ് പരിശുദ്ധ കുർബാനയിലൂടെ എനിക്ക് ലഭ്യമാകുന്നത്. നമുക്കും ഈ നോമ്പുകാലത്തിൻ്റെ വീഥിയിലൂടെ നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കും നല്ല ഹൃദയത്തോടു കൂടി ഒരുങ്ങി എല്ലാ ബലിയിലും സമ്പൂർണ്ണമായിട്ട് പങ്കെടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, ഏകാഗ്രതയോടുകൂടി ഭക്തിയോടുകൂടി ദിവ്യരഹസ്യങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ട് നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം പ്രിയപ്പെട്ടവരെ. കാരണം ഞാനായിരിക്കുന്ന എൻ്റെ അവസ്ഥയിൽ ഞാൻ പാപിയായിരിക്കാം, എങ്കിലും ഈശോ എന്നോടൊപ്പമുണ്ട്. മകനെ, മകളെ, നീ എൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക, നിൻ്റെ ഭാരങ്ങളൊക്കെ ഞാൻ മാറ്റിക്കൊള്ളാമെന്ന് ഈശോ നമ്മളോട് പറയുന്നുണ്ട്. അത് ഹൃദയപൂർവ്വം നമുക്കൊന്ന് കേൾക്കുവാനായിട്ട് ഈ നോമ്പുകാലത്തിലൂടെ നമുക്ക് ഉപകരിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ടുള്ള വലിയൊരു അനുഭവമാണ് ഈ നോമ്പുകാലത്തിൻ്റെ സമയം. നമുക്കറിയാം, പ്രായശ്ചിത്തമായിട്ട് അല്ലെങ്കിൽ പശ്ചാത്താപത്തോടു കൂടി, അനുതാപത്തോടു കൂടി നമ്മുടെ സഹോദരനോട് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള വിരോധമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അത് ആ ബലിയിൽ നമ്മളായിരിക്കുമ്പോൾ അത് മാറ്റി സഹോദരനോടൊപ്പം രമ്യതപ്പെട്ട് ആയിരിക്കുന്ന ഒരു അനുഭവം, ആ സ്നേഹത്തിലേക്ക് ഈശോ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ഈ നോമ്പുകാലത്തിൽ ഞാൻ എല്ലാ ആഴ്ചയും നല്ല ഒരു കുമ്പസാരം നടത്തി എൻ്റെ യേശുവിൻ്റെ മുൻപാകെ പുതിയ ജീവിതം ഞാൻ ആരംഭിക്കുകയാണ്. നമുക്ക് ശപഥം ചെയ്യാം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചം കടന്നു വരും. ഈശോ നമ്മളോട് സംസാരിക്കും, ഈശോ നമ്മളെ സമാശ്വസിപ്പിക്കും, നമ്മുടെ പ്രത്യാശയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പരിശുദ്ധ കുർബാനയിലൂടെയും വിശുദ്ധ കുമ്പസാരം എന്ന പരിശുദ്ധ കൂദാശയിലൂടെയും നമുക്ക് കടന്നു പോകുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. കാരണം ഞാനൊരു മനുഷ്യനാണ്. മനുഷ്യൻ എന്ന നിലയിൽ നമുക്കും ബലഹീനതകളുണ്ട്. പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തായിരിക്കുന്നു അത് ക്രിസ്തുവിൻ്റെ അനുഗ്രഹത്താൽ കൃപയാൽ മാത്രമാണ്. എനിക്കത് മതി. ഈ ഒരു നോമ്പുകാലത്തിൽ ഈ കൂദാശകളിലൂടെ നമ്മൾ കടന്നു പോകുവാനായിട്ട് യേശുവിന് പ്രിയപ്പെട്ടവരായി തീരുക, യേശുവിനോടൊപ്പം യേശുവിനെ പറ്റിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു അനുഭവം. ഒരു ഉദാഹരണം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ ശക്തമായ തണുപ്പ് കാലത്ത് നമ്മൾ വിറക് കൂട്ടിയിരിക്കാറുണ്ട് അല്ലേ? പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മളായിരിക്കുമ്പോഴും, നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച്
നമ്മുടെ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം. ആ വിറകഷ്ണം ഒന്നിച്ച് കൂട്ടി തീയണയ്ക്കും നമുക്ക് വലിയൊരു ആശ്വാസമാണ്, ചൂടാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു താപം അനുഭവിക്കുക അത് ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ മാത്രമാണ്. ഒരിക്കൽ കൂടി നമുക്ക് നല്ല ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും ഈ നോമ്പുകാലത്തിൽ അനുഗ്രഹിക്കട്ടെ, കൃപകൾ കൊണ്ട് നിറയ്ക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.